2017 നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. നക്ഷത്ര നിലാവ് എന്നുള്ള ഈ പ്രോഗ്രാം 27 നക്ഷത്രക്കാരുടെയും 2017 ഒരു വർഷക്കാലത്തെ ഫലങ്ങളും അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങളുമാണ് പറയുന്നത്. ഫലങ്ങൾ ബൈൻഡിങ് അല്ല, ജാതകവും അനുസരിച്ച് താരതമ്യപ്പെടുത്തി വേണം. ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശാഫലങ്ങളാണെങ്കിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കൂടുതൽ വരും. അനുകൂലമല്ലാത്ത ഫലങ്ങളാണ് ജാതകത്തിലെങ്കിൽ അത്രത്തോളം അനുകൂല ഫലങ്ങൾ വരണമെന്നില്ല. എന്നാലും ചാരവശാലുള്ള ഫലങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ജീവിതാനുഭവങ്ങൾ പലപ്പോഴും ചാരവശാലുള്ള ഫലങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ജ്യോതിഷത്തിന്റെ ശാസ്ത്രീയതയെക്കുറിച്ച് ഇവിടെ അധികം പറയേണ്ട കാര്യമില്ല. പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും എല്ലാ ഓബ്ജക്ട്സിനും പരസ്പരം ഒരു ബന്ധമുണ്ട്. എല്ലാ കാര്യങ്ങളും പൊതുവെ പ്രപഞ്ചത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു പരിധിവരെ പ്രീസെറ്റാണ്, നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ്. നമ്മൾ സബ് ആറ്റമിക് ലെവലിൽ നോക്കിയാലും മൈക്രോ ലെവലിൽ നോക്കിയാൽ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്, സ്പീഡ് എല്ലാം ഒരു പ്രീസെറ്റ് പാറ്റേണിലാണ് പോകുന്നത്. മാക്രോ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാനറ്ററി പൊസിഷൻസ്, പ്രപഞ്ചത്തിൽ കാണുന്ന ഈ ചലനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്രീസെറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പരസ്പരം ബന്ധപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചലനങ്ങളെല്ലാം ഒരു പ്രോഗ്രാമിൽ വരില്ല. പ്രപഞ്ചത്തിൻ്റെ പൊതുവെയുള്ള ചലനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സംഭവ വികാസങ്ങളും ഒരു പ്രോഗ്രാമിനെ അധിഷ്ഠിതമാക്കിയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം പോലെ പ്രീസെറ്റ് ഒരു പ്രോഗ്രാം അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ റോബോട്ടാണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാം. പ്രപഞ്ചത്തിലെ ഓരോ സംഭവ വികാസങ്ങളിലും, അതായത് നമ്മുടെ ഭൂമി ചുറ്റുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ സംഭവ വികാസങ്ങളും നമുക്കൊക്കെ അറിയാം ഒരു പ്രീസെറ്റ് പാറ്റേണിൽ ഒരേ സമയക്രമത്തിൽ താളനിബദ്ധമായിട്ടാണ് പോകുന്നത്. ഈ താളനിബദ്ധതയിൽ എന്തെങ്കിലും ചെറിയൊരു പ്രയാസം ഉണ്ടാവുകയാണ്, ചെറിയൊരു വ്യത്യാസം മതി, പ്രപഞ്ചം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ സത്യമൊക്കെ നമുക്കറിയാം എങ്കിലും മനുഷ്യൻ്റെ അനുഭവങ്ങൾ, മനുഷ്യൻ്റെ പ്രവർത്തികൾ എല്ലാം നിശ്ചയിക്കപ്പെട്ടതല്ല എന്ന് പറയാനുള്ള ഒരു താല്പര്യം നമുക്കൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ വളരെ ബുദ്ധിശാലിമാരാണ്. നമ്മൾ ആ ബുദ്ധി, നമ്മുടെ ബേസിക് ഇൻ്റലിജൻസും കൊണ്ട് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഒക്കെ തന്നെയും പ്രപഞ്ച സത്യത്തെ കണ്ടെത്തുവാനായിരുന്നു, പ്രപഞ്ചത്തിലെ സത്യത്തെ കണ്ടെത്തുവാനായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ഈ കണ്ടെത്തലുകൾ എല്ലാം തന്നെ പാർഷ്യലാണ്, കുറച്ചേ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ കണ്ടെത്തിയതിനെ നമ്മൾ സത്യമായിട്ട് ഗണിക്കുന്നു, കണ്ടെത്താത്തതിനെ നമുക്കറിയില്ല എന്ന് പറയാവുന്നതാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രീസെറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയും സംഭാഷണവും അടിസ്ഥാന സ്വഭാവവുമൊക്കെ ഈ പ്രപഞ്ച ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഭാരതീയമായിട്ടുള്ള ആചാര്യന്മാരൊക്കെ, ആ ആചാരങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആചാര്യന്മാർ പണ്ട് മുതൽ തന്നെ ഈ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അപ്പോൾ ഈ പ്രീസെറ്റ് പ്രോഗ്രാമിൽ വളരെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം ഉണ്ടാക്കുവാൻ കഴിയും. അതിനാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നതിന് മനനം ചെയ്തെടുക്കുന്നവെന്നുള്ളത്. നമ്മുടെ പല കാര്യങ്ങൾ ഈശ്വര നിശ്ചയമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ പ്രോഗ്രാമിൽ വരുന്ന കാര്യങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ അത്ര എളുപ്പം വരുത്തുവാൻ കഴിയില്ല. എന്നാൽ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളിൽ വിദ്യാഭ്യാസം, ജോലി, കലാപരമായിട്ടുള്ള കഴിവുകളിലെ എക്സലൻസ്, ബിസിനസ്സിലെ ഉയർച്ച, താഴ്ച, ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. ഈ മനുഷ്യനുണ്ടാക്കിയ കാര്യങ്ങളിലൊക്കെ കാര്യമായിട്ട് മാറ്റം വരുത്താൻ സാധിക്കും. എന്നാൽ പ്രപഞ്ച ശക്തി നമുക്ക് തന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ അടിസ്ഥാന ബുദ്ധി, സൗന്ദര്യം, കഴിവുകൾ, ഇതൊക്കെ പ്രപഞ്ചം തന്നതാണ്. അതിൽ നമ്മുടെ ജനനം, മരണം, ഇങ്ങനെയുള്ള ഒരുപാട്, അതിലൊന്നും നമുക്ക് വലിയൊരു പരിധി വിട്ട് വലിയ വ്യത്യാസം വരുത്തുവാൻ കഴിഞ്ഞോളം എന്നില്ല. എന്നാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും കാര്യമായിട്ടുള്ള മാറ്റം നമുക്ക് വരുത്തുവാൻ കഴിയും എന്നുള്ളതിൽ സംശയമില്ല. അവിടെ തന്നെയാണ് ഈ ജ്യോതിഷത്തിന്റെ പ്രസക്തി വരുന്നത്.
ഈ കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പിന്നെ ഈ പരിഹാരങ്ങളിൽ സ്തോത്ര മന്ത്രാദികളും ക്ഷേത്രാദി കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്തോത്ര മന്ത്രാദികൾ നമ്മൾ ജപിക്കുമ്പോൾ വരുന്ന വൈബ്രേഷൻ ലെവൽസ്, അതിൻ്റെ ഒരു താളക്രമം, ആ താളക്രമം നമ്മുടെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു എൻജിനീയറിംഗിൽ വരുത്തുന്ന മാറ്റങ്ങൾ, നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയുള്ളൊരു ജോമെട്രി ഉണ്ട്. അതിനകത്ത് ഈ ജോമെട്രിയുടെ ഒരു കെമിസ്ട്രി ഉണ്ട്. ഈ കെമിസ്ട്രിയുടെ ഒരു ഡൈനമിക്സ് ഉണ്ടെന്നുള്ളതാണ്. ഈ ഡൈനമിക്സിൽ നമ്മൾ ഇന്റേണലായിട്ട് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ പ്രപഞ്ചവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും. നമ്മുടെ ഇന്റേണലായിട്ട് തന്നെ എല്ലാ കറക്റ്റീവ് പ്രോസസ്സും ഉണ്ട്. ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് വേണ്ട രീതിയിൽ ശരീരം ഉണക്കിയെടുക്കുന്നു ഇൻ കോഴ്സ്. അത് നമ്മുടെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു പവറിന്റെ പാർട്ടാണ്. അറിയാത്ത രീതിയിലുള്ള വലിയ മുറിവാണെങ്കിൽ അതിൽ പാടും അതൊക്കെ ഉണ്ടാകും, എന്നാലും അത് കവർ ചെയ്യുന്നു. ഇന്റേണൽ ആയിട്ടുള്ള ഒരു കറക്റ്റീവ് പ്രോസസ്സ് നമ്മുടെ പ്രോഗ്രാംസിലൊക്കെ ഉണ്ട്, നമ്മുടെ ശരീരത്തിന്റെ പ്രോഗ്രാമിൽ തന്നെയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു ആഹാരം കഴിച്ചു കഴിയുമ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് നമ്മൾ ഓറഞ്ചായാലും പേരക്കയായാലും മാംസമായാലും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ഇന്റേണൽ ഡൈനമിക്സിന്റെ ഒരു ഭാഗമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ ഇത്രയധികം കഴിവുകളുള്ള നമ്മുടെ ശരീരത്തിന്റെ കഴിവുകളിൽ എന്തെങ്കിലും ആ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ കറക്ഷനിലൂടെ നമുക്ക് കാര്യമായിട്ടുള്ള ഉയർച്ച ഭൗതിക ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ഭാരതീയ പരിഹാര നിർദ്ദേശങ്ങൾ ഉള്ളത് എന്നും അറിയാം. അപ്പോൾ 2017 ഫലങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഭാരതീയ ജ്യോതിഷ ശാസ്ത്ര പ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളും ഇതിനകത്ത് ഉണ്ടാവും. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വർഷത്തിന്റെ രണ്ടാം ഭാഗത്തില് 2017 സെക്കൻഡ് ഹാഫിലെ കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി എന്ന് മാത്രമല്ല ജോലി സാധ്യത, ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ജോലി സാധ്യതയൊക്കെ 2017 സെക്കൻഡ് ഹാഫിലെ അവസാന ഭാഗത്ത് പ്രത്യേകിച്ചും വന്നെത്തുവാനുള്ള ഭാഗ്യമുണ്ട് എന്നറിയുക. അതുകൊണ്ട് തന്നെ 2017 തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. പഠിക്കുന്ന കുട്ടികൾ പഠന കാര്യങ്ങളിൽ നന്നായിട്ട് ശ്രമിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ വളരെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ദൈവാധീനം വരുത്തുവാനായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി ചെയ്യുക. തീർച്ചയായിട്ടും ഈ വർഷം അവസാന ഭാഗങ്ങളിൽ ജോലി ഒക്കെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടെന്നറിയുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വിദേശ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ദൂരദേശത്ത് ജോലി വിദ്യാഭ്യാസമോ ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷത്തിന്റെ സെക്കൻഡ് ഹാഫ് വളരെ നന്നായിരിക്കുമെന്നറിയുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷത്തിന്റെ ആദ്യ ഭാഗം അല്പം ഒരു കാര്യതടസ്സമൊക്കെ ഉണ്ടായാലും പിന്നീട് അങ്ങോട്ട് മാസങ്ങൾ കഴിയുന്നതോടെ, അതായത് ഈ വർഷത്തെ ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ എത്തുമ്പോൾ ക്രമേണ പുരോഗതി ദൃശ്യമാകും. പഴയ ബാധ്യതകളൊക്കെ ഈ വർഷത്തിന്റെ അവസാനത്തോടുകൂടി കുറയ്ക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. അതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ കിട്ടുമെന്നറിയാം. ഈ വർഷത്തിന്റെ അവസാന ഭാഗമാണ് വിവാഹത്തിനും ഏറ്റവും നല്ലത് എന്ന് പ്രത്യേകിച്ചറിയാം. ഇപ്പോഴെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പലപ്പോഴും തെറ്റിപ്പോകാം എന്നുള്ളൊരു പ്രയാസമുണ്ട് ഈ വർഷത്തിന്റെ ആദ്യ ഭാഗം. അതുകൊണ്ട് സെപ്റ്റംബർ വരെയുള്ള ഒരു കാലം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കരുത്. പ്രത്യേകിച്ച് വിവാഹം, പ്രണയം, പിന്നെ വിദ്യാഭ്യാസത്തിന് ഹയർ എഡ്യൂക്കേഷനിലുള്ള തീരുമാനങ്ങൾ, ഇതൊക്കെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും ഏറെ നല്ലത്. അപ്പോൾ തീരുമാനങ്ങൾ കുറച്ചുകൂടി കറക്റ്റ് ആവുന്നുള്ളതാണ്. ഇക്കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ഹാഫിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് സെക്കൻഡ് ഹാഫിൽ കുറേയൊക്കെ കുറഞ്ഞ് ഒരു പൂർണ്ണതയും, അപ്പോൾ സന്തോഷകരമായിട്ടുള്ള ഒരു വർഷാവസാനമായിരിക്കും 2017 എന്നുള്ളതിൽ സംശയിക്കേണ്ട കാര്യമില്ല. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ വിഷ്ണു പ്രീതി വരുത്തുക എന്നുള്ളതാണ്. വ്യാഴാഴ്ച വ്രതമെടുത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ശ്രീ വിഷ്ണു ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാവലി കിഴക്ക് ദർശനമായി ഭക്തിപൂർവം ജപിക്കുക. തടസ്സങ്ങളും പ്രയാസങ്ങളും തീർച്ചയായിട്ടും നീങ്ങിപ്പോകും എന്നുള്ള സത്യവും അറിയാം. ചുവന്ന പവിഴമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. ബ്രൈറ്റ് റെഡ് കളർ ഡ്രസ് ധരിക്കുക. ഭാഗ്യം തീർച്ചയായിട്ടും വർദ്ധിക്കും. ഇടവം രാശി,
കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നേട്ടങ്ങൾ കാണുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് തരക്കേടില്ലാത്ത ജോലി, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ, അതായത് സെപ്റ്റംബറിന് മുൻപ് നല്ല ജോലി. വിദ്യാഭ്യാസത്തിന് ഭാഗ്യമുള്ള വർഷമാണ്. തുടക്കത്തിൽ തന്നെ ഹയർ എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. പൊതുവെ മെഡിക്കൽ എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വർഷമാണ്. തുടക്കത്തിൽ തന്നെ അതിന് ശ്രമിക്കുക, അതുണ്ടാവും. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. കുറച്ചു കാലമായിട്ട് വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് 2017 ആദ്യ ഭാഗം നല്ലതാണ്. വിവാഹ ഭാഗ്യമുള്ള സമയമാണ്. യോജിച്ച രീതിയിലുള്ള വിവാഹബന്ധം വന്നു ചേരാൻ യോഗമുള്ള സമയമാണ് എന്ന് പ്രത്യേകിച്ച് അറിയാം. പൊതുവെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷത്തിന്റെ ആദ്യ ഭാഗം തടസ്സങ്ങൾ ആദ്യം ഉണ്ടാവും, അതിന് സംശയം വേണ്ട. കാരണം കണ്ടകശനിക്കാലാണ്, അതുകൊണ്ട് മാറുന്നുണ്ട്, അഷ്ടമശനിയിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. തടസ്സങ്ങൾ ഉണ്ടായാലും കാര്യങ്ങൾ അങ്ങോട്ട് കുറേയൊക്കെ ശരിയാവും എന്നുള്ളതാണ്. കുറേയൊക്കെ ശരിയായി ലോണ് ഒക്കെ ലഭിക്കുവാനും അതുകൊണ്ട് തന്നെ ബാധ്യത അല്പമൊക്കെ ഒന്ന് കുറയ്ക്കുവാനും ഉള്ള ഭാഗ്യം ഈ വർഷമുണ്ട് എന്നറിയാം. ശനി പ്രീതി വരുത്തണം എന്നേ ഉള്ളൂ. ശനിയാഴ്ച വ്രതമെടുത്ത് ദാനധർമാദികളൊക്കെ ചെയ്യാന്നുള്ളതാണ്. ദാനധർമാദികൾ കൊണ്ടാണ് ശനിക്ക് തൃപ്തി വരിക. ശനിയുടെ അഷ്ടോത്തര ശതനാമാവലി ദിവസവും ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക, അതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും എന്നറിയാം. പൊതുവെ നേട്ടങ്ങളുടെ വർഷം തന്നെയാണ് 2017 എന്നുള്ള ഒരു സത്യമറിയുക. കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ വരുമെന്നുള്ളത് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഒരു പ്രാധാന്യം കൊടുക്കുകയും വേണം. പൊതുവെ ഇളം നിറത്തിലുള്ള അല്ലെങ്കിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സസ്, പച്ച, ചുമപ്പ്, ഇതിൻ്റെ കോമ്പിനേഷൻ, ബ്രൗൺ, ബ്ലാക്ക്, ഇതിൻ്റെ ഒക്കെ എല്ലാ നിറങ്ങളുടെ ഒരു കോമ്പിനേഷനുള്ള ഡ്രസ്സസ് ധരിക്കുന്നതാണ് വളരെ നല്ലത്. വജ്രമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം എന്ന് പ്രത്യേകിച്ചറിയാം. വജ്രം ധരിക്കുന്നത് കൊണ്ട് ഭാഗ്യം വർദ്ധിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട. ഈ വർഷം 2017 മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഭേദപ്പെട്ട ഫലങ്ങൾ കൊണ്ടുവന്ന് തരുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതുകൊണ്ട് സന്തോഷമായിരിക്കും. മിഥുനം രാശി, മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. വർഷത്തിന്റെ തുടക്കം മുതലേ ഈ തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങുന്നതായിട്ട് അനുഭവപ്പെടും. ആ തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങുമെങ്കിലും കാര്യതടസ്സം ഉണ്ടാവാം. പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നില്ല എങ്കിലും മാസങ്ങൾ മുന്നോട്ട് പോകും തോറും ദൈവാധീനം വർദ്ധിക്കുന്നതായി അനുഭവപ്പെടും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ വർഷത്തിന്റെ സെക്കൻഡ് ഹാഫ് പ്ലസ് ഡേ, പ്രത്യേകിച്ച് ലാസ്റ്റ് ക്വാർട്ടർ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ കാലഘട്ടങ്ങളിൽ നേട്ടങ്ങളുടെ ഒരു വരവ് ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ ജോലിയൊക്കെ തരപ്പെടാനുള്ള ഒരു ഭാഗ്യമുണ്ട് ഈ വർഷത്തിന്റെ അവസാന ഭാഗം. അത് പ്രത്യേകിച്ച് അറിയാം. അതും തടസ്സങ്ങൾക്ക് ശേഷമായിരിക്കും ലഭിക്കുക. ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി ഉണ്ട് ഈ വർഷം. വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ടിരിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊള്ളുക. വിദേശ ജോലിയൊക്കെ തരപ്പെടുന്ന ഒരു കാലമാണെന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം. വിദേശ ജോലി തരപ്പെടുന്നത് കൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കുക ആദ്യകാലങ്ങളിൽ. എന്നാൽ അതിനൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലൊരു സമയമല്ല എന്നും പ്രത്യേകിച്ചറിയാം. ഈ പണമൊക്കെ അധികം ചെലവാക്കി വിദേശത്തൊക്കെ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയാസങ്ങൾ വരാം. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും അംഗീകാരം, റെക്കഗ്നിഷൻ, അവാർഡൊക്കെ വന്നു ചേരുവാനുമുള്ള ഭാഗ്യമുണ്ട്. ഈ വർഷത്തിന്റെ അവസാന ഭാഗം പൊതുവെ അവർക്ക് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നറിയാം. എന്നാൽ ശനി കണ്ടകനായിട്ട് വരുന്ന ഒരു കാലമാണ് 2017 എന്നുള്ളത് പ്രത്യേകം അറിയുക. അപ്പം അതുകൊണ്ട് തന്നെ ശനി പ്രീതി വരുത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നീരാജനവും കഴിപ്പിച്ച് അഗതിക്ക് അന്നദാനം നടത്തുക. ദാനം കൊണ്ടാണ് ശനി തൃപ്തനാകുന്നത് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം. നീരാശിയിൽ ജനിച്ചവർ ബ്രൈറ്റ് ഗ്രീൻ കളർ
ഡ്രസ് ധരിക്കുന്നത് വളരെ ഭാഗ്യദായകമാണ്, അതിൽ സംശയം വേണ്ട. മരതകമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. അപ്പോൾ ഈ വർഷം കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായാലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ, ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ വന്ന് പൊതുവെ കടമൊക്കെ അല്പം കുറയ്ക്കാനുള്ള ഒരു സാഹചര്യം വരുമെന്ന് മാത്രമല്ല, അതിൻ്റെ അനുകൂലമായിട്ടുള്ള സൂചനകൾ വരുന്നത് കൊണ്ട് തന്നെ മനസ്സിനൊരു സമാധാനവും സന്തോഷവും വരും എന്നുള്ളതിലും സംശയം വേണ്ട. അതുകൊണ്ട് 2017 എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2016 അപേക്ഷിച്ച് മെച്ചമായിട്ടുള്ള ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. കർക്കിടകം രാശി, പുണർന്നം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ഈ രാശിക്കാർക്ക് ഈ വർഷം നേട്ടങ്ങളുടെ സൂചനകളുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഒരു ഇനാക്റ്റീവ് 2016 കുറേയൊക്കെ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകാം. പക്ഷെ ഉദ്ദേശിക്കുന്ന ഫലസിദ്ധിയൊന്നും 2016 ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാൽ അല്പം ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടാകാം 2016. എന്നാൽ അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തത് കൊണ്ടുള്ള ഒരു മനോവിഷമവും ഒക്കെ 2016 ഉണ്ടായിരുന്നിരിക്കാം. വളരെയധികം ആഗ്രഹങ്ങളുള്ള, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു രാശിയാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെ പ്രണയകാര്യത്തിലും വിവാഹത്തിനുമൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഉദ്ദേശിക്കുന്ന അവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡ്രീംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു കാലമായിരുന്നിരിക്കാം 2016. എന്നാൽ 2017 തടസ്സങ്ങൾ മാറുന്നതിൻ്റെ സൂചന ആദ്യ മാസങ്ങളിൽ തന്നെ ലഭ്യമാകും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയ സൂചനകൾ ലഭിക്കും. മാസങ്ങൾ മുന്നോട്ട് പോകും തോറും 2017 ആ മാസങ്ങൾ മുന്നോട്ട് പോകും തോറും വിജയത്തിലേക്ക് നമ്മൾ അടുത്തെത്തുകയാണ് എന്നുള്ളൊരു സൂചന വ്യക്തമായി ലഭിക്കും. 2017 ആദ്യ ഭാഗത്ത് തന്നെ ധനസമ്പാദനത്തിനുള്ള പണമൊക്കെ, ക്യാഷൊക്കെ ഇങ്ങനെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, പൊതുവെ സിനിമ, TV രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഉയർച്ചയുടെ ഒരു കാലമാണ്. പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും എന്നുള്ളതിലും യാതൊരു സംശയവും വേണ്ട. നല്ലൊരു സ്ഥിതി തന്നെ 2017 കാണുന്നുണ്ട്. തടസ്സങ്ങൾ മാറും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. എന്നാൽ ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായിട്ട് ചില കാര്യങ്ങൾ അത്യാവശ്യം ചെയ്യുക. ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്താ നേട്ടം? ഈ സൂചനകളെല്ലാം പ്രാവർത്തികമാക്കും. അതൊക്കെ ഒരു മെറ്റീരിയലൈസ് ചെയ്യും, ഫ്രക്ടിഫൈ ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. യോജിച്ച രീതിയിലുള്ള വിവാഹാലോചനകൾ തന്നെ വരാനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ ബിസിനസ് പ്രോജക്ട്സ്, വിദേശവുമായിട്ടുള്ള കണക്ഷൻ, പിന്നെ ഉന്നത സ്ഥാനീയർ, ഹൈ പൊസിഷൻസിൽ ഇരിക്കുന്നവരുടെ സഹായം. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങളൊക്കെ വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടെന്ന് പ്രത്യേകിച്ച് അറിയാം. രാഹു കേതുക്കളുടെ ഒരു മാറ്റമുണ്ട്. അപ്പം അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിച്ചോളൂ. പ്രത്യേകിച്ച് പ്രായമായവർ ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ പ്രയാസങ്ങൾക്കൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും അതൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തന്നെ മുന്നോട്ട് പോകും. ബ്രൈറ്റ് വൈറ്റ് കളർ ഡ്രസ് ധരിക്കുന്നതുകൊണ്ട് ഭാഗ്യം വർദ്ധിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. മുത്താണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. 2017 നേട്ടങ്ങളുടെ വർഷമായിരിക്കും എന്നുള്ളതിന് വലിയ സംശയം വേണ്ട. 2016 അവസാന മാസങ്ങളിൽ തന്നെ ആ നേട്ടങ്ങളുടെ സൂചനകൾ ലഭിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളുള്ളവർക്ക് അതൊക്കെ അല്പം ഒന്ന് കുറയുക. നേട്ടങ്ങളുടെ സൂചനകൾ ബിസിനസ് രംഗത്തുള്ളവർക്ക് ലഭിക്കുക. ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ ശരിയാകുന്ന സൂചനകൾ ലഭിക്കുക. പൊതുവെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള ചില സൂചനകൾ ലഭിക്കും. ഇതിനൊക്കെ യോഗമുണ്ട്. പ്രണയകാര്യങ്ങൾക്കും വിവാഹ കാര്യങ്ങൾക്കും 2016 അവസാന ഭാഗം തന്നെ അല്പം ഒരു അനുകൂല ഭാഗം വന്നിട്ടുണ്ടാകാം. 2017 ആദ്യ ഭാഗത്ത് അതൊരു പൂർണ്ണതയിലെത്താനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അതായത് വിദേശത്തേക്ക് പോകാനുള്ള ഒരു യോഗം, ദൂരദേശ യാത്രയോ വിദ്യാഭ്യാസമോ ജോലിയോ ഒക്കെ ലഭിക്കാനുള്ള ഭാഗ്യം, സാലറി അരിയേഴ്സ് ഒക്കെ വന്നു ചേരാനുള്ള ഒരു യോഗം, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് വന്നു ചേരുവാനുള്ള ഭാഗ്യം, പ്രണയം വിവാഹത്തിൽ എത്തുവാനുള്ള യോഗം. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുടെ സൂചനകൾ ഒരു ജനുവരി മുതൽ തന്നെ ലഭിച്ചു തുടങ്ങും. ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് കാലത്ത് നേട്ടങ്ങൾ ഏറെ വരാനും അതുകൊണ്ട് തന്നെ സന്തോഷിക്കുവാനും ഉള്ള ഒരു ഭാഗ്യമൊക്കെ ഈ വർഷം കാണുന്നുണ്ട് എന്നറിയാം. എന്നാൽ ശനിപ്രീതി അത്യാവശ്യം വരുത്തണം. മനസ്സിന് അല്പം ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. പൊതുവെ കാരണമില്ലാതെ തന്നെ മനസ്സിനൊരു ചെറിയൊരു ഭയവും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലമാണെന്ന് പ്രത്യേകിച്ചറിയാം. അപ്പോൾ ഭയമൊക്കെ അങ്ങോട്ട് ദൂരീകരിക്കും.
പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ശനിപ്രീതി അത്യാവശ്യം വരുത്തുക. ശനിപ്രീതി വരുത്തുന്നതുകൊണ്ട് ശനി ഭഗവാന്റെ പ്രീതി കൊണ്ട് ഈ ഭയവും തടസ്സങ്ങളും ഒക്കെ അങ്ങോട്ട് നീങ്ങിക്കോളും. ശനിയാഴ്ച അന്നദാനം, എള്ളുകൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ ദാനം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിപ്രീതി അത്യാവശ്യം ഉണ്ടാവും. ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുവാനായിട്ട് ആദിത്യ ഹൃദയ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. സൂര്യപ്രീതി അത്യാവശ്യം വരുത്തണം. ബ്രൈറ്റ് റെഡ് കളർ ഡ്രസ് ധരിക്കുന്നത് കൊണ്ട് ഭാഗ്യം തീർച്ചയായിട്ടും വർദ്ധിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. മാണിക്യമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. അവർക്ക് കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ അതുകൊണ്ട് ലഭിക്കും. കന്നിരാശി, ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. 2017 രണ്ടാം ഭാഗമാണ് നല്ലത്. അവസാനത്തെ 3 മാസങ്ങൾ പ്രത്യേകിച്ചും അവസാനത്തെ 3 മാസത്തില് പൊതുവെ കൂടുതൽ പണമൊക്കെ വന്നു ചേരുവാനും വസ്തു വിൽപ്പനയ്ക്കുള്ള സാധ്യവും പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തുക്കളൊക്കെ അധീനത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. കുടുംബത്തിൽ പാർട്ടീഷനൊക്കെ നടക്കാനുള്ള യോഗ ഉണ്ട്. അതൊക്കെ സ്വന്തമായിട്ട് ഉപയോഗിക്കുവാനുള്ള ഒരു സാഹചര്യം വരും. പുതിയ വീടോ ഒക്കെ വാങ്ങാനുള്ള അല്ലെങ്കിൽ വസ്തു വാങ്ങാനുള്ള ഭാഗ്യവും ഈ വർഷത്തിന്റെ രണ്ടാം ഭാഗത്ത് കാണുന്നുണ്ട്. ആദ്യ ഭാഗം 2017 ആദ്യ ഭാഗം കുറച്ചധികം ചെലവൊക്കെ വരാം. എന്നാലും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം, പൊതുവെ നേട്ടങ്ങളുടെ ഒക്കെ ഒരു തുടക്കം, അതിൻ്റെ ഒരു സൂചനകളൊക്കെ 2017 ആദ്യ ഭാഗം തന്നെ ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനും പൊതുവെ ജോലിയും ഒക്കെ തരപ്പെടാൻ ഭാഗ്യമുള്ള ഒരു വർഷമാണ് 2017 എന്ന് പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ അവസാന 3 മാസങ്ങൾ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ മാസത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഈ മാസങ്ങൾക്ക് ഈ കന്നിരാശിയിൽ ജനിച്ചവർക്ക് പൊതുവെ നേട്ടങ്ങൾ ഇക്കാലം വരും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ അതിൽ തടസ്സങ്ങളൊക്കെ നീക്കുവാനായിട്ട് ഗണപതി പ്രീതി അത്യാവശ്യം വരുത്തണം. പൊതുവെ തിങ്കളാഴ്ചകളിൽ വ്രതമെടുക്കുന്ന വളരെ നല്ലതാണ്. ഗണപതി ഭഗവാൻ ഒരു നാളികേരമൊക്കെ നിവേദിച്ച് ഗണേശ അഷ്ടോത്തര ശതനാമാവലി ദിവസവും ഭക്തിപൂർവ്വം ജപിക്കുക. തടസ്സങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ബ്രൈറ്റ് ഗ്രീൻ കളർ ഡ്രസ് ധരിക്കുക എന്നുള്ളതാണ്. അപ്പോഴേക്കും ഭാഗ്യം വർദ്ധിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. എമറോൾഡ് ധരിക്കുന്നതുകൊണ്ട്, മരതകം ധരിക്കുന്നതുകൊണ്ട് ഭാഗ്യം വർദ്ധിക്കും എന്നുള്ളതിലും സംശയം വേണ്ട. വർഷത്തിന്റെ അവസാന ഭാഗത്ത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടവും വിദേശയാത്രയും ഫോറിൻ കോൺടാക്ട്സും ഒക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ടെന്നും പ്രത്യേകിച്ചറിയാം. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ തടസ്സങ്ങൾ അല്പമൊന്ന് കുറയാമെങ്കിലും 2017 പുതിയ പ്രോജക്ട്സിന് അത്ര നല്ലൊരു സമയമായി നമുക്ക് കണക്കാക്കുവാൻ കഴിയില്ല. എല്ലാ കാര്യങ്ങളും ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ 2017 വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്നാൽ അനുകൂലമായിട്ടുള്ള സൂചനകളുണ്ട്. കാരണം 7 ശനിക്കാലം അങ്ങോട്ട് മാറുകയാണ് എന്നുള്ളതുകൊണ്ട് പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കുക. എന്നാൽ ദൈവാധീനം പൂർണ്ണമല്ല എന്നുള്ളതാണ്. 12 വ്യാഴൻ സഞ്ചരിക്കുന്നു, പിന്നീട് അത് ജന്മത്തിലേക്കാവുന്നു. അതുകൊണ്ട് ഗുരുപ്രീതി അത്യാവശ്യം വരുത്തേണ്ട ഒരു കാലമാണ്. വിഷ്ണുപ്രീതി അത്യാവശ്യം വരുത്തേണ്ട ഒരു കാലമാണ്. ശ്രീ വിഷ്ണുവിൻ്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും നേട്ടങ്ങളുടെ സൂചനകൾ ഈ വർഷത്തിന്റെ ആദ്യ ഭാഗങ്ങൾ മുതൽ തന്നെ ലഭിച്ചു തുടങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്നാലും മനസ്സിനൊരു തൃപ്തി കുറവുണ്ടാകും എന്നുള്ളതാണ്. വേണ്ടപ്പെട്ടവരെയൊക്കെ സന്തോഷിപ്പിക്കുക, അഗതികൾക്ക് ദാനധർമാദികൾ നടത്തുക. അതുകൊണ്ട് ശനിയുടെ മാറ്റം വരികയാണ്. അതുകൊണ്ട് ശനിയെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലൊക്കെ ശനിക്ക് ശനിയാഴ്ച പുഷ്പാഞ്ജലി വ്രതശുദ്ധിയോടുകൂടി നടത്തുക എന്നുള്ളതാണ്. ശബരിമല ദർശനം വളരെ നല്ലതാണ്. ധർമ്മശാസ്ത്ര പ്രീതി വളരെ നല്ലതാണ്. ശനിയാഴ്ചകളിൽ വ്രതശുദ്ധിയോടുകൂടി ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. ഗുരുപ്രീതി വരുത്തുവാനായിട്ട് ഞായറാഴ്ച ഗുരുവിനെ കണ്ട് നമസ്കരിക്കുക. ഇതൊക്കെ പൊതുവെയുള്ള പ്രയാസങ്ങൾ നീക്കുവാൻ വേണ്ടി വളരെ നല്ലതാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. മൾട്ടി കളർ ഡ്രസ് ധരിക്കുന്നത് ഭാഗ്യദായകമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യം ഈ വർഷം കാണുന്നു. 2017 മധ്യഭാഗത്തൊക്കെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നു ചേരും. അത് വേണ്ട രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യുക. അനുകൂലമായിട്ടുള്ള ദശ
അപഹാരങ്ങളുണ്ടെങ്കിൽ ഈ വർഷം തീർച്ചയായിട്ടും നേട്ടങ്ങളുടെ സൂചനകൾ തന്നെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. വജ്രമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഭാഗ്യം വർദ്ധിക്കും. 2017 വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക, നേട്ടങ്ങൾ വന്നു ചേരുവാൻ യോഗമുള്ള വർഷമാണ് എന്നും അറിയുക. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. മാറ്റങ്ങളുടെ തുടക്കമാണ് 2017 എന്നുള്ള വർഷം. 7 ശനിക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമായിട്ടുള്ള ജന്മശനി അങ്ങോട്ട് മാറുകയാണ് എന്നുള്ളതാണ്. ഇപ്പം ജന്മശനി അങ്ങോട്ട് മാറുമ്പോൾ പൊതുവെ തടസ്സങ്ങൾ അല്പം കുറയാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ദൈവാധീന കാരകനായിട്ടുള്ള വ്യാഴൻ എന്ന് പറയുന്നത് 11ലാണ്. അതുകൊണ്ട് ഭാഗ്യദായകമാണെന്നും അറിയുക. പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ വന്നു തുടങ്ങും. കാര്യതടസ്സത്തിന് ശേഷമായിരിക്കും എല്ലാം ലഭിക്കുക എന്നുള്ളതിൽ സംശയം വേണ്ട. എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹത്തിന് കഴിഞ്ഞ 1-2 വർഷമായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, എന്നാൽ കാര്യതടസ്സം വന്നിട്ടുണ്ടാകും. യോജിച്ച വിവാഹ ബന്ധമൊക്കെ വന്നു ചേരാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലമായിരുന്നു. ആ തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങുന്നതായിട്ട് അനുഭവപ്പെടുന്നുള്ളതാണ്. യോജിച്ച രീതിയിലുള്ള വിവാഹ ബന്ധം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ഈ സെപ്റ്റംബർ മുമ്പ് തന്നെ വിവാഹമൊക്കെ നടക്കാൻ യോഗമുള്ള ഒരു സമയമാണ്. പ്രണയമൊക്കെ വിവാഹത്തിൽ എത്താനുള്ള ഒരു ഭാഗ്യമുണ്ട്. പ്രണയകാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതായിട്ട് അനുഭവപ്പെടും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. ആരോഗ്യ കാര്യങ്ങളിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് 1-2 വർഷങ്ങളായിട്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ആ പ്രയാസങ്ങളൊന്ന് കുറയുന്ന വർഷമാണ് 2017 എന്ന് പറയുന്ന. ഈ പൊതുവെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഫലിക്കുന്ന ഒരു സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കാനുള്ള ഭാഗ്യമുണ്ട്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ലോ എൻട്രൻസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് അവർക്കൊക്കെ നല്ല സമയമാണ്. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗം അവാർഡ് റെക്കഗ്നിഷൻ ഇവയൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. പൊതുവെ അരങ്ങൊരുങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. പൊതുവെ അനുകൂലമായിട്ടുള്ള മനസ്സിനൊരു പുതിയ എനർജിയൊക്കെ വരും എന്നുള്ളതാണ്. കുറച്ചു കാലമായിട്ട് അത്രത്തോളം ഇല്ലാതിരുന്ന ആ ഒരു എനർജിയൊക്കെ ഈ വർഷത്തിൽ വരും. പ്രതീക്ഷയോടുകൂടി 2017 മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നുള്ളതാണ്. ഗണപതി പ്രീതി അത്യാവശ്യം വരുത്തേണ്ട കാലമാണ്. ശനിപ്രീതി വരുത്തണം. ജന്മശനി മാറിയെങ്കിൽ 7 ശനിക്കാലമാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് ശനിയാഴ്ച പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച ദിവസം ശനിയുടെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഗണപതി പ്രീതിക്കായിട്ട് ഗണപതി ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരു മുഹൂർത്തകാലം അവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഒരു നാളികേരമൊക്കെ നിവേദിക്കുക, മധുരമൊക്കെ നിവേദിച്ച് ഗണപതി പ്രീതി അത്യാവശ്യം വരുത്തുക. ബ്രൈറ്റ് റെഡ് കളർ ഡ്രസ് ധരിക്കുന്നത് കൊണ്ട് ഭാഗ്യം വർദ്ധിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ചുവന്ന പവിഴമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടമാദ്യത്തെ കാൽഭാഗം. കഴിഞ്ഞ 2-3 വർഷത്തെ പ്രവർത്തനങ്ങൾ പലതും ഈ വർഷം യോഗത്തിൽ അനുഭവത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. പ്രത്യേകിച്ച് അവസാന മാസങ്ങളിൽ 2017 അവസാന മാസങ്ങളിൽ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളുമായിട്ടുള്ള ഒരു തുടക്കം 2017 വരാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്ന് പ്രത്യേകിച്ച് അറിയാം. വളരെ പ്രണയമൊക്കെ വിവാഹത്തിലെത്തുവാനുള്ള ഒരു ഭാഗ്യമുണ്ട്. കുറച്ചു കാലമായിട്ട് വിവാഹ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രമിച്ചിട്ടുണ്ടാകുമെങ്കിലും അതിലൊക്കെ ഒരു കാര്യ തടസ്സം അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. പൊതുവെ ബിസിനസ്സിൻ്റെ രംഗത്തായാലും ജോലി അന്വേഷിക്കുന്നതായ രംഗത്തായാലും നമ്മുടെ എഫേർട്ടിനനുസരിച്ചിട്ടുള്ള ഒരു ഫലപ്രാപ്തി ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാൽ ഈ വർഷത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അതുണ്ടാവും. 2017 സൂചനകൾ, അവസാനത്തെ സൂചനകളെങ്കിലും ലഭിക്കും. ഞാൻ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സൂചന. കൂടുതൽ എനർജിയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം അതുകൊണ്ട് തന്നെ ഉണ്ടാവും. ഈശ്വര പ്രീതി അത്യാവശ്യം വേണ്ട ഒരു കാലമാണ്. 7 ശനിയുടെ ഒരു ആരംഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 7 ശനിയിൽ കുറച്ചുകൂടി കാഠിന്യമുള്ള ഒരവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതൊരു ജന്മശനിയിലേക്ക് വരുന്നത് കൊണ്ട് നമ്മളൊന്ന് എല്ലാ കാര്യത്തിലും ഒരു കൺട്രോൾ വേണം. ആരോഗ്യ കാര്യങ്ങളിൽ കഴിഞ്ഞ വർഷം തന്നെ ചെറിയ പ്രയാസങ്ങളുടെ ഒരു സൂചന വന്നിട്ടുണ്ടാകും. ആ പ്രയാസങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് 2017. ചെറിയ ഹെൽത്ത് പ്രോബ്ലംസ് ഇതൊക്കെ പ്രത്യേകിച്ച് പ്രായമായവർ യാത്രയിലൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മൂവ്മെൻറ്റ്സിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം 2017. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. എന്നാൽ
നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യവും 2017 ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വരാനും, കലാസാഹിത്യ രംഗങ്ങൾ, TV, സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമൊക്കെ 2017 അവസാന മാസങ്ങളിലുണ്ട്. അവാർഡ് റെക്കഗ്നിഷൻ ഇവ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് ഒരു ഹൈ പൊസിഷൻസിലൊക്കെ ഉള്ളവരുമായിട്ടുള്ള ഒരു അടുപ്പം കൊണ്ട് തന്നെ പലപ്പോഴും നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഈ വർഷം കാണുന്നു. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ എഫേർട്ടോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പഠന കാര്യങ്ങളിലൊക്കെ അല്പം ഒരു അലസതയൊക്കെ വരാം. അതൊക്കെ ഊർജ്ജസ്വലത കൊണ്ട് തോൽപ്പിക്കേണ്ട ഒരു വർഷമാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആദിത്യ ഹൃദയം ദിവസവും കിഴക്ക് ദർശനമായി ഭക്തിപൂർവം ജപിക്കുക എന്നുള്ളതാണ്. എനർജി, ആ ഊർജ്ജസ്വലത വരും, വിജയം വന്നു ചേരുന്നുള്ളതിൽ സംശയം വേണ്ട. ബ്രൈറ്റ് യെല്ലോ കളർ ഡ്രസ് ധരിക്കുന്നത് കൊണ്ട് ഭാഗ്യം വർദ്ധിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. മഞ്ഞ പുഷ്യരാഗമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. മകരം രാശി. ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. നേട്ടങ്ങളോടെ തന്നെ ഈ വർഷം ആരംഭിക്കാനുള്ള 2017 ആരംഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലിയൊക്കെ തരപ്പെടുവാനും, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ലഭിക്കുവാനും, അരിയേഴ്സ് വല്ലതും ലഭിക്കുവാനുണ്ടെങ്കിൽ അതും ലഭിക്കുവാനും, കുടുംബത്തിൽ നിന്ന് പാർട്ടീഷനൊക്കെ നടന്ന് അത് വസ്തു അധീനത്തിൽ വന്നു ചേരാൻ അല്ലെങ്കിൽ അതിലുള്ള ഇൻകം ഒക്കെ വരാനും ഒക്കെ ഭാഗ്യമുള്ള ഒരു കാലമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണെന്നറിയാം. വർഷത്തിന്റെ ആദ്യ ഭാഗമായിരിക്കും ഏറെ മെച്ചം. വർഷത്തിന്റെ ആദ്യ ഭാഗത്ത് നേട്ടങ്ങൾ ഏറിയിരിക്കും എന്നുള്ളതുകൊണ്ട് പ്രധാനപ്പെട്ട എന്തെങ്കിലും പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ 2017 ആദ്യ ഭാഗങ്ങളിൽ തന്നെ അത് ആരംഭിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുടെ സൂചനകളുണ്ട്. വരുമാനം വർദ്ധിക്കും. പഴയ ബാധ്യത, കടമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു കാലമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. പുതിയ ലോൺ ആവശ്യമുണ്ടെങ്കിൽ അതിനുമൊക്കെ ശ്രമിക്കാവുന്നതാണ്. വിദേശ യാത്ര, ഹൈ പൊസിഷൻസിലുള്ളവരുമായിട്ട് ഒക്കെ കോൺടാക്ട്സ് വരുവാൻ അവരുടെ സഹായം കൊണ്ട് തന്നെ നേട്ടങ്ങൾ വരാനുള്ള ഭാഗ്യം 2017 എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ചൊരു അറിവുണ്ടായിരിക്കുക. ഈ പൊതുവെ ജാതക ദോഷമൊക്കെ ഉള്ളവർക്ക്, ജയിലും 8ലും ഒക്കെ ദോഷമുള്ളവർക്ക് പൊതുവെ 2017 അനുകൂലമായിരിക്കും. വിവാഹം ഒക്കെ യോജിച്ച ജാതകമൊക്കെ വരാനും വിവാഹ നിശ്ചയത്തിലേക്ക് വിവാഹത്തിലേക്ക് അത് എത്തുവാനും ഒക്കെയുള്ള ഭാഗ്യം 2017 ഉണ്ട് എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏഴശനിക്കാലത്തിൻ്റെ ഒരു തുടക്കമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. യോഗാസനങ്ങളൊക്കെ ശീലിക്കുന്നത്, ധ്യാനം ശീലിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ആന്തരികമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്, ഒരു ഇന്റേണൽ ഡൈനാമിക്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് മെച്ചമാക്കേണ്ട ഒരു വർഷമാണ് 2017. അതിൻ്റെ നേട്ടങ്ങൾ വരും വർഷങ്ങളിൽ ലഭിക്കും എന്നുള്ളതാണ്. വരും വർഷങ്ങളിൽ അലസത, പ്രയാസങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ട് വന്നാലും അതൊക്കെ തരണം ചെയ്യുവാൻ വളരെ വേഗം കഴിയും. നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ആ ഒരു കെമിസ്ട്രിയിൽ വ്യത്യാസം വരുത്തുകയാണെങ്കിൽ അതുകൊണ്ട് ധ്യാനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. നാരായണീയ പാരായണം വളരെ നല്ലതാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി. പിന്നെ ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് വ്യാഴാഴ്ച വ്രതമെടുത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അതൊക്കെ കൊണ്ട് കാര്യമായിട്ട് നേട്ടങ്ങൾ വരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ബ്രൈറ്റ് ബ്ലൂ കളർ ഡ്രസ് ധരിക്കുന്നത് കൊണ്ട് ഭാഗ്യം വർദ്ധിക്കും, അതിൽ സംശയം വേണ്ട. ഇന്ദ്രനീലമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. കുംഭം രാശി. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. 2017 കഴിയുന്നതിന് മുമ്പ് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം ആദ്യം അറിയുക. ദൈവാധീനം വർദ്ധിക്കുന്ന ഒരു വർഷമാണ്. അതിൻ്റെ സൂചനകൾ അവസാന മാസങ്ങളിലേ ലഭിക്കുകയുള്ളൂ. വർഷത്തിൻ്റെ ആദ്യ ഭാഗം അങ്ങനെ ഒരു ആവറേജ് ആയിട്ടൊക്കെ അങ്ങോട്ട് പോകും. വർഷത്തിൻ്റെ അവസാനം നേട്ടങ്ങളുടെ സൂചനകൾ ലഭിക്കും. ലൈഫിനകത്തൊരു ജീവിതത്തിലൊരു പുതിയ അർത്ഥം, ഒരു മാനം വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുള്ളതാണ്. തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങുന്നത് കൊണ്ട് തന്നെ പൊതുവെ ഒരു ആ നിരാശയൊക്കെ മാറി ഒരു പുതിയ എനർജിയൊക്കെ വന്നു ചേരുന്നതായിട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ്. വർഷത്തിൻ്റെ അവസാന മാസങ്ങളിലായിരിക്കും ഇത് ഏറുന്നത്.
പൊതുവെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. വിദ്യാർത്ഥികൾക്ക് പഠനമൊക്കെ ഒന്ന് സ്മൂത്തായിട്ട് പോകുന്നതായിട്ട് അനുഭവപ്പെടും. വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ അവസാന മാസങ്ങളിലെ നേട്ടങ്ങൾ വന്നു ചേരാനും കലാ സാഹിത്യ രംഗങ്ങളിൽ കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുവാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ടോ എന്ന് പ്രത്യേകിച്ച് അറിയാം. സിനിമ, TV രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, ഈ രംഗത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തടസ്സങ്ങളൊക്കെ നീങ്ങി വർഷത്തിൻ്റെ അവസാന മാസങ്ങളിലെ അവസരങ്ങളും നേട്ടവും റെക്കഗ്നീഷൻ, അവാർഡ്, പൊതുവെ പുതിയ അവസരങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യം ഇവയൊക്കെ കാണുന്നുണ്ട്. വിവാഹ കാര്യങ്ങൾക്കും വർഷത്തിൻ്റെ അവസാനമാണ് ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആദ്യകാലങ്ങളിൽ വന്നാലും തടസ്സങ്ങളൊക്കെ നീങ്ങി വർഷത്തിൻ്റെ അവസാന മാസങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ രാശിയിൽ ജനിച്ചവർ ഗണപതി പ്രീതി അത്യാവശ്യം വരുത്തണം. ജന്മനാൾ തോറും അടുത്ത പ്രധാന ഗണപതി അല്ലെങ്കിൽ പ്രധാന മഹാക്ഷേത്രത്തിൽ ഗണപതി ഹോമം മുടങ്ങാതെ എല്ലാ മാസവും ജന്മനാളിന് നടത്തുക എന്ന് മാത്രമല്ല, അന്ന് പ്രത്യേകിച്ച് ദാനധർമാദികളും മധുര ദാനവും ഒക്കെ നടത്തുക. നാളികേരം ഗണപതി ഭഗവാന് നിവേദിക്കുക. ഇതൊക്കെ കൊണ്ട് തടസ്സങ്ങൾ, അനുകൂലമായിട്ടുള്ള ഒരു വർഷം, അനുകൂലമായിട്ടുള്ള ഒരു കാലം, അതിൻ്റെ ഒരു തുടക്കമാണ് 2017 എന്നുള്ളത് കൊണ്ട് ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ്. നേട്ടങ്ങളുടെ സൂചനകളുണ്ട്. നേട്ടങ്ങൾ നന്നായി കൊണ്ടുപോകേണ്ട നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളത് കൊണ്ട് തടസ്സങ്ങളൊക്കെ നീക്കുവാനായി മഹാഗണപതിയെ സമർപ്പണ മനോഭാവത്തോടെ പ്രാർത്ഥിക്കുക. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ദിവസവും ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി നിവർന്നിരുന്ന് ജപിക്കുക. നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് സംശയം വേണ്ട. ഇന്ദ്രനീലമാണ് ഈ രാശിക്കാർ ധരിക്കേണ്ടുന്ന രത്നം. നീല, ബ്രൈറ്റ് ബ്ലൂ കളർ ഡ്രസ് ധരിക്കുന്നത് കൊണ്ട് ഭാഗ്യം വർദ്ധിക്കും. മീനം രാശി, പൂരോരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുറച്ചു കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു വർഷമാണ് 2017. തുടക്കത്തിൽ സാമ്പത്തികമായിട്ട് മെച്ചമാകാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ, ജനുവരി മുതലുള്ള കാലത്ത് വരുമാനം വർദ്ധിക്കുവാനുള്ള ഒരു യോഗം, ഇൻക്രിമെൻറ്റോ പ്രൊമോഷനോ ഒക്കെ വരുവാനും കൂടുതൽ അധികാര സ്ഥാനത്തേക്ക് വരാനുമുള്ള ഭാഗ്യമുണ്ട് ഗവൺമെൻറ് എംപ്ലോയീസിന്. പൊതുവെ എംപ്ലോയീസ് ഇൻ ജനറൽ, സാലറീഡ് ക്ലാസ്സിന് മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്ന ഒരു വർഷമാണ് 2017 എന്ന് പ്രത്യേകിച്ച് അറിയാം. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കാര്യമായിട്ട് ശ്രമങ്ങൾ നടത്തേണ്ട ഒരു വർഷമാണ് 2017. അർഹിക്കുന്ന നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എൻജിനീയേഴ്സ്, ബിസിനസ് എക്സിക്യൂട്ടീവ്സ്, ലീഗൽ പ്രൊഫഷനിൽ ഉള്ളവർക്കൊക്കെ നേട്ടങ്ങളും റെക്കഗ്നീഷനും പൊതുവെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ് 2017 എന്നുള്ളതിൽ സംശയിക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ്. അല്പം ഒരു കാര്യതടസ്സം, അതായത് ശനി അനുകൂലമല്ലാത്തൊരു ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട്, കണ്ട ശനി എന്നൊക്കെ പറയാം, അതിൻ്റെ വലിയ ദോഷങ്ങളൊന്നും വരില്ല. അല്പം ഒരു തടസ്സം ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് വരാം എന്നുള്ളതേ ഉള്ളൂ. വിവാഹ കാര്യങ്ങൾക്ക് വളരെ നല്ല വർഷമാണ് 2017. യോജിച്ച വിവാഹബന്ധം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടെന്ന് പ്രത്യേകിച്ച് അറിയാം. പ്രണയകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന, കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സമൊക്കെ അങ്ങോട്ട് നീങ്ങിയിട്ട് നല്ല രീതിയിലുള്ള വിവാഹം വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും, പ്രണയം വിവാഹത്തിലെത്താനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം. പൊതുവെ ഡ്രീംസ് ഒക്കെ, സ്വപ്നങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു കാലമാണ്. സിനിമ, TV രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണെന്നും പ്രത്യേകിച്ചറിയാം. പൊതുവെ നേട്ടങ്ങൾ വന്നു ചേരും എന്നുള്ളതുകൊണ്ട് ഈ രാശിനാഥനായിട്ടുള്ള വ്യാഴനെ, വിഷ്ണുവിനെ പ്രത്യേകം പ്രീതിപ്പെടുത്തണം. ബ്രൈറ്റ് യെല്ലോ കളർ ഡ്രസ് ധരിക്കുന്നത് കൊണ്ട് ഭാഗ്യം വർദ്ധിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് കൊണ്ടും ഭാഗ്യം തീർച്ചയായിട്ടും വർദ്ധിക്കും എന്നും അറിയാം. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് 2017 എന്നുള്ളത്. വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു വർഷമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റിയ ഒരു വർഷമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ, പഴയ ബാധ്യതകളൊക്കെ കുറയ്ക്കുവാനുള്ള ഒരു ഭാഗ്യം ഈ വർഷമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. കൃഷ്ണപ്രീതി, കൃഷ്ണ ജപം മുടങ്ങാതെ ദിവസവും നടത്തുന്നതും ഭാഗ്യാനുഭവങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീങ്ങി വളരെ സന്തോഷകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ വർഷം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള തടസ്സങ്ങൾ നീങ്ങുവാനുള്ള യോഗവും സംജാതമാകും എന്നുള്ളതിന് സംശയം വേണ്ട. സന്തോഷമായിരിക്കുക.
നക്ഷത്ര നിലാവ് എന്ന ഈ 2017 ഭാരതീയ ജ്യോതിഷശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫലപ്രവചനമാണ് ഇപ്പോൾ പറഞ്ഞത്. പരിഹാര നിർദ്ദേശങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സൂചനകളാണ് ഇതൊക്കെ. ഗ്രഹങ്ങളുടെ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും എല്ലാ വസ്തുക്കളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അറിയാമല്ലോ, ഗ്രാവിറ്റി നമ്മൾ പേരയ്ക്കായാലും നാളികേരമായാലും നമ്മൾ നേരെ താഴേക്കാണ് വരുന്നത്, എന്നാൽ വൃക്ഷങ്ങൾ മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഗ്രാവിറ്റിയുടെ ആ പ്രിൻസിപ്പിൾ തന്നെ പല വസ്തുക്കളിലും പല രീതിയിൽ പല സമയങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. മറ്റ് ഘടകങ്ങളും അതിനകത്തുണ്ട്. അതിനകത്ത് സൂര്യൻ്റെ പ്രഭാവിശേഷം എങ്ങോട്ടായാലും പ്ലാന്റ്സ്, പൊതുവെ വൃക്ഷലതാദികളൊക്കെ സൂര്യൻ്റെ ആ ദിശയിലേക്ക് വളരുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട്. സൂര്യൻ്റേതായിട്ടുള്ള ടൈറ്റ്സിന് നമ്മുടെ കടലിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ടൈറ്റ്സിനെ സ്വാധീനിക്കുന്നു. സൂര്യൻ വൃക്ഷലതാദികളെയും മനുഷ്യനെയും സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആദിത്യ ഹൃദയം, സൂര്യസ്പർശം എന്നൊക്കെ നമ്മൾ പറയുന്ന പരിഹാരങ്ങൾ അനുഷ്ഠിക്കാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചില സമയങ്ങളിൽ, ചില കാലങ്ങളിൽ നമ്മൾ ജ്യോതിഷിയുടെ, ദൈവജ്ഞൻ്റെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ എവിടെയൊക്കെയാണോ നമുക്ക് കുറവുള്ളത് ആ കുറവുകൾ ഒരു പരിധിവരെ നമുക്ക് മാറ്റുവാൻ കഴിയും എന്ന് മാത്രമല്ല കഴിവുകൾ വർദ്ധിപ്പിക്കുവാനും കഴിയും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നേട്ടങ്ങൾ തടസ്സമില്ലാതെ വരുവാനും ദോഷങ്ങൾക്ക് അല്പം ഒരു കുറവ് ഉണ്ടാക്കുവാനും ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാരങ്ങൾ വളരെയധികം സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്തരികമായിട്ടുള്ള ഒരു ശക്തിയെ നമ്മൾ ഉണർത്തുക എന്നുള്ളതാണ്. ജപധ്യാനാദികൾക്കാണ് അവിടെ പ്രാധാന്യം. നമ്മൾ ഈശ്വരൻ എല്ലാ ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ അറിയുക, നമ്മളിലുള്ളിലുള്ള ആ ഈശ്വര ശക്തിയെ, ആ ശക്തിയെ നമ്മൾ ഉണർത്തുക. അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ജോമെട്രി ഉണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ട്, അതിൻ്റെ ഒരു ഡൈനാമിക്സ് മെച്ചമാക്കുവാനുള്ള ഒരു ശ്രമം, കൺസ്ട്രക്റ്റീവായിട്ടുള്ള ശ്രമം, മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് നമ്മുടെ ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാരങ്ങൾ വേണ്ട രീതിയിൽ അനുഷ്ഠിക്കുന്നത് കൊണ്ട് അനുഭവ പരമ്പരകളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. 2017 വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴൻ, ശനി, രാഹുകേതുക്കൾ ഇവയൊക്കെ മാറുന്നുണ്ട്. വളരെയധികം സംഭവങ്ങൾ നടക്കുവാൻ, പൊതുവെ ഭൂമിയിൽ തന്നെ പല മാറ്റങ്ങളും, ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ വരുവാൻ ഭാഗ്യമുള്ള ഒരു വർഷമാണ്. വ്യക്തിപരമായിട്ടും ഓരോ വ്യക്തികളിലും ഇതിൻ്റെ സ്വാധീനമുണ്ടാകും. അനുകൂലമാക്കുക 2017 എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിരിക്കണം. അതിന് നമ്മുടെ പ്രവർത്തനം വളരെ പ്രധാനമാണ്. പൊതുവെ ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് പ്രാർത്ഥനകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. 2017 വളരെ സന്തോഷകരമായിട്ടുള്ള, സമാധാനപൂർണമായിട്ടുള്ള നേട്ടങ്ങൾ, ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഏറെ മനസ്സമാധാനവും സന്തോഷവും ലഭിക്കട്ടെ 2017 എന്നുള്ള ആശംസയോടുകൂടി ഈ നക്ഷത്ര നിലാവ് എന്നുള്ള 2017 ഭാരതീയ ജ്യോതിഷ ശാസ്ത്ര പ്രകാരമുള്ള ഫലങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.